ഇവളുടെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടിയപ്പോ തീർന്നു നിങ്ങളുടെ അവകാശം. ഇനി എന്റേതാണ് ഇവള്. ത്രയംബകം വില്ല് കൊലിച്ചൊന്നുമല്ല ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. അയോധ്യയിൽ അങ്ങാടിയില് ഏതോ ഒരു അലക്കുകാരൻ അപവാദം പറഞ്ഞു നടന്നപ്പോ സീതയെ രാമൻ കാട്ടിലുപേക്ഷിച്ചു. ഇവിടെ 1000 അലക്കുകാർ അപവാദം പറഞ്ഞാലും ഞാൻ ഇവിടെ ഉപേക്ഷിക്കില്ല. വന്നതൊക്കെ വന്നു. അതൊക്കെ തരണം ചെയ്യാൻ ഞങ്ങൾ ആവത് ശ്രമിക്കും. 1.5 കോടി, 100 പവന്റെ പൊന്ന്, ബെൻസ് കാറ്, കപ്പലും വിമാനത്താവളവും ചോദിക്കാഞ്ഞ ഭാഗ്യം. പ്ലീസ്, ഞങ്ങൾക്കൊരു മാന്യതയും സംസ്കാരവും ഒക്കെ ഉണ്ട്. അത് തകർക്കാതെ ഈ പരിസരം വിട്ടുന്ന് പോകാവോ? ഇടത് കരണത്തും വലത് കരണത്തും ഓരോ അടി 2 ആളും അർഹിക്കുന്നുണ്ട്. എന്റെ ഭാര്യ വേദനിക്കുന്നു കരുതിയാ ഞാനത് തരാത്തത്. എന്തു പറയുന്നു? അത് വാങ്ങിയിട്ട് പോകുന്നോ അതോ? വാതാരകെ, നമുക്ക് പോവാം. ആ, അതാ നല്ലത്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോണം. എനിക്ക് തീരെ വയ്യടാ. പോവാം, നമുക്കേ ഹോസ്പിറ്റലിൽ പോവാം. എന്തായാലും ഈ സ്ഥലം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണ സ്ഥലത്ത് ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? ആ, അവിടെ എന്താവാന്? നീ നേരത്തെ എഴുതി തയ്യാറാക്കിയ കത്ത് എന്തായാലും അവിടെ വെച്ചിട്ടല്ലേ പോന്നെ? അതെ. ആ, എന്നെ രക്ഷപ്പെടുത്താൻ ഇന്ദ്രജമായി അയച്ച ആള് വന്നപ്പോഴാ ഞാൻ കത്ത് അവിടെ വെച്ചത്. അല്ല, നീ പോരുന്നെന്നും ആരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഓഡിറ്റോറിയത്തിന്റെ പുറകിലായിരുന്നു കാറ്. അതിലെന്നെ കയറ്റി അവരെന്നെ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടല്ലോ. ഓ, പുറകെ തിരക്കി വരുമെന്ന് എന്റെ പേടി. വരട്ടെ. എവിടെയെന്ന് വെച്ച് നമ്മളെ കണ്ടുപിടിക്കും. എങ്ങോട്ടാടാ നമ്മൾ പോകുന്നേ? ആദ്യം നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക്. എടാ, എനിക്ക് കാറിൽ പോലും ഇരിക്കാൻ വയ്യ. ഞാൻ പ്രസവിച്ചിട്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല. അതെന്താ നീ ഓർക്കാത്തെ? എന്നൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാ. എടോ മൈഥിലി, അയ്യോ ദൈവമേ. എന്താ, എന്തു പറ്റി? അതെ, അല്ല, അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വേഗം വിടാവോ? ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്. ആ, അത് മതിയോ? മതി. വേഗം വിട്.
അയ്യോ അയ്യോ എന്താ മാഡം 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 അയ്യോ ദൈവമേ ഡോക്ടർ ഡോക്ടർ എന്താ ഒന്നും അറിയില്ല അച്ഛാ നമുക്ക് അകത്ത് കയറി നോക്കിയാലോ അവന്റെ പെർമിഷൻ ഇല്ലാതെ ഐസിനകത്ത് കയറാൻ പറ്റൂ? ഡോക്ടർ എന്താ പറ്റിയേ പറയൂ ഒന്ന് വെയിറ്റ് ചെയ്യണേ അച്ഛാ അമ്മയ്ക്ക് എന്തായിരിക്കും ഒന്നും സംഭവിക്കില്ല. എന്താ അമ്മേ എന്താ പറ്റിയല്ലേ അമ്മേ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരും ഓക്സിജൻ കൊടുക്കും അമ്മയ്ക്ക് എന്താന്ന് അറിയില്ലല്ലോ ഈശ്വര എന്റെ അമ്മയ്ക്കൊന്നും സാവിത്രി, കരയാതെ. നമുക്ക് അകത്തേക്ക് കയറിയാലോ അവര് സമ്മതിക്കില്ലല്ലോ നന്ദിനി ശോ നന്ദിനി അയ്യോ ഇവരാരെ ഇങ്ങോട്ട് കയറ്റിയത് മാഡം ഒന്ന് പുറത്തേക്ക് നിൽക്കണം പുറത്തേക്ക് നിന്നേ അയ്യോ പുറത്തേക്ക് മാഡം അയ്യോ നിങ്ങളുടെ പേഷ്യന്റ് ആരാണ് മകള്
ഡോക്ടർ എന്ത് പറഞ്ഞു? അമ്മ മയക്കത്തില. മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അച്ഛാ, ഈ വിളി കേൾക്കാൻ പണ്ടൊത്തിരി ആഗ്രഹിച്ചിട്ടുള്ളവനാ ഞാൻ. ഇപ്പോ ഈ വിളി കേൾക്കുമ്പോ ചങ്കിനകത്തൊരു വേദന. അമ്മ വീണത് കല്യാണ സ്ഥലത്തുണ്ടായ അലങ്കോലങ്ങൾ കൊണ്ട് മാത്രമല്ല, അപ്രതീക്ഷിതമായി നിന്നെ കണ്ടതുകൊണ്ടാണ്. എല്ലാവർക്കും കൊട്ടാനുള്ള ഒരു ചെണ്ടയായി എൻ്റെ മകൻ മാറിയത് കണ്ടപ്പോ എൻ്റെ ഉള്ളു പിടയുകയായിരുന്നു. ഞാനും ഒരു അച്ഛനല്ലേ. നിന്റെ മകളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ചടങ്ങ് നടക്കുന്നു അറിഞ്ഞപ്പോ നീ ഓടി വന്നു. ഒരച്ഛൻ്റെ സ്നേഹം. നീ നിന്റെ മകളെ സ്നേഹിക്കുന്നതിനേക്കാളും 100 ഇരട്ടിയായി നിന്നെ സ്നേഹിച്ച മാതാപിതാക്കളാണ് ഞാനും രാജലക്ഷ്മി. ജീവൻ തന്നത് ദൈവമാണെങ്കിൽ ജീവിതം തന്നത് അമ്മയാ. ആ അമ്മയാ ഐസിയുവിൽ കിടക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ പ്രതീക്ഷകൾക്കൊത്ത് തരാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മനഃപൂർവ്വം തെറ്റിയതൊന്നുമല്ല. ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ എന്നെ കൊള്ളരുതാത്തവനാക്കി മാറ്റി. ദൈവം എല്ലാവരുടെയും മുന്നിൽ എന്നെ വില്ലനാക്കി മാറ്റിയത് ചില നല്ലതുകൾക്ക് വേണ്ടിയാണെന്ന് ഞാനിപ്പോ കരുതുന്നു. ഞാനല്ല, എനിക്കല്ല പ്രശ്നം, നിന്റെ അമ്മയ്ക്കാണ്. രാജലക്ഷ്മി അത്രയേറെ മൂത്ത മകനായി നിന്നെ സ്നേഹിച്ചിരുന്നു. അവൾ നിന്നെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ എത്ര വലുതായിരുന്നുവെന്ന് നിനക്കറിയില്ല മോനെ. മകനെ മനസ്സിൽ നിറച്ച് മകനോടുള്ള വാത്സല്യവുമായി നടന്ന അമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്ന ഷോക്ക് ചെറുതൊന്നുമല്ല. കല്യാണപ്പന്തലിലേക്കുള്ള നിന്റെ ആ വരവ് കൂടി കണ്ടപ്പോ അവൾ തളർന്നുപോയി മോനെ. മനുഷ്യഹൃദയമല്ലേ, പരിക്കുകൾ ഏൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു വച്ച. എന്റെ മകളുടെ കല്യാണം കാണാൻ വേണ്ടി ഓടി വന്നതാ. അവിടെ കണ്ട കാഴ്ചകൾ കാലം തിരിച്ചടിക്കുന്നതാടാ. കാലം സാക്ഷിയാ. ഈ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ കണ്ടു നിൽക്കുന്ന ഏക സാക്ഷിയാ കാലം. നീ ചെയ്തതിൻ്റെയൊക്കെ ലാഭവിഹിതവും പലിശയും കാലപുരുഷൻ തരുന്നതാ.
അതനുഭവിച്ചേ പറ്റൂ. അതിന് നിഷ്കളങ്കയായ എന്റെ മകള് എന്ത് തെറ്റാ ചെയ്തത്? അവൾ നിഷ്കളങ്കയല്ലടാ. പിറന്നു വീണപ്പോൾ മുതൽ തിരിച്ചറിവുണ്ടാകുന്നതുവരെ അവൾ നിഷ്കളങ്കയായിരുന്നു. പിന്നെ അവളും പഠിച്ചു ചതിയും വഞ്ചനയും ഒക്കെ. അച്ഛാ, നിന്റെ മകളെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ 10,000 ഇരട്ടി സ്നേഹിച്ചവരാണ് ഞാനും രാജലക്ഷ്മിയും നന്ദിനിയും. എന്റെ മീനാക്ഷി കൊച്ച്. അവൾ കാർത്തിക്കിനോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവളെ ആരോ പെടുത്തിയതായിരിക്കും ഈ കെണിയിൽ. അത് 100% സത്യമാണ്. ജയിലിലെ നരകയാതനകൾക്കിടയിൽ നിന്ന് ഒരല്പനേരത്തെ സന്തോഷത്തിനും സ്നേഹത്തിനും ഓടി വന്നതാ ഞാൻ. ചുട്ടുപൊള്ളുന്ന മരുഭൂമിന്ന് തിളച്ച എണ്ണയിലേക്ക് വീണ അവസ്ഥ. ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ തിരിച്ചു പോവച്ച? എനിക്ക് എങ്ങനെ സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റുവച്ച? മോനെ, നീ ഇത്തരം വിഷമതകളൊന്നും എന്നോട് പറയല്ലേ. മീനാക്ഷിയുടെ കാര്യത്തിൽ നീ വിഷമിക്കുന്നത് പോലെ നിന്റെയും മീനാക്ഷിയുടെയും കാര്യത്തിൽ വിഷമിക്കുന്ന അച്ഛനും അപ്പൂപ്പനുമാണ് ഞാൻ. എന്റെ ഹൃദയവും ഉരുക്കുകൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. അതെ, അച്ഛൻ ചുണ്ടനക്കാതെ ചിരിക്കുകയും കണ്ണീരൊഴുക്കാതെ കരയുകയും ചെയ്യുന്ന ഒരു അത്ഭുത ജീവി. അച്ഛൻ. എന്റെ മോൻ കരയാതെ നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. അമ്മ വേഗം എഴുന്നേറ്റ് വരാൻ വേണ്ടി. നീ ഇപ്പൊ മനസ്സുരുക്കി നിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും, ഉറപ്പാ. ദൈവമേ, എന്റെ അമ്മയ്ക്കൊന്നും വരുത്തരുത്. എന്റെ അമ്മ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരണേ.